സ്വാഗതം ശ്രീ ധനുഷേ. നമസ്കാരം സാർ. ഈ ശബരിമല വിവാദങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ പലപ്പോഴും ഓരോ തീർത്ഥാടന കാലത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതെ, ഇത്തവണ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോയ പോലീസുകാരിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അവരവരുടെ കൃത്യം ഭംഗിയായി നിർവഹിച്ചു. പ്രത്യേകിച്ച് വളരെ ഭക്തനായിട്ടുള്ള IG ശ്രീജിത്തിൻ്റെ മേൽനോട്ടത്തിലുമായിരുന്നു. 18-ാം പടിയുടെ മുകളിൽ നിന്നുള്ള ഫോട്ടോഷൂട്ടാണ് ഒരു ആചാര ലംഘനം തന്നെയാണ്. കാരണം അതിനുള്ള ഇടമല്ല. പണ്ട് കാലത്ത് ഈ സിനിമാ ഷൂട്ടിന് അവിടെ 18-ാം പടിയുടെ മുൻപിൽ കൊടുത്തു എന്ന് പറഞ്ഞ് വലിയ വിവാദമുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ശേഷം നടക്കുന്ന ഒരു സംഭവമാണ് ഇത്. 18-ാം പടിയിൽ നിന്ന് ഫോട്ടോ എടുത്തു എന്നുള്ളത്. അതും ആ ഡ്യൂട്ടിയിലേർപ്പെട്ട 32 പേരാണ്. ഒരു ബാച്ചാണത്. അവരവരുടെ കൃത്യം പൂർത്തിയാക്കി മടങ്ങാൻ പോവുകയാണ്. 12 ദിവസത്തേക്കാണ് ഇവരെ നിയമിക്കുന്നത്. കാരണം വലിയ അധ്വാനമാണ്. വലിയ തീർത്ഥാടന കാലം കഴിയുന്നിടം വരെ അത്രയും പേരെ നിർത്താൻ പറ്റത്തില്ല. വലിയ അധ്വാനം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇവരെ മാറ്റും. അങ്ങനെയാണ് വരുന്നത്. പക്ഷേ അവസാനം കൊണ്ടുവന്ന് ഇവർ കല ഉടയ്ക്കുകയാണ് ചെയ്തത്. അതും ശ്രീകോവിലിനെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തു. ഇവർക്ക് പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ് പോലീസ് വകുപ്പ്. അത് ഏത് തരത്തിലുള്ള പണിഷ്മെൻ്റാണ്? പോലീസുകാർക്ക് എപ്പോഴും പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ സാറേ, കഠിനമായിട്ടുള്ള പണിഷ്മെൻറ്റുകളാണ് അവർക്ക് കൊടുക്കുന്നത്. സർക്കാരിന് താല്പര്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പണിഷ്മെൻറ്റ് തീരെയില്ല. അതേസമയം ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആയി ഉയർന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ പോലീസുകാർക്ക് കഠിനമായിട്ടുള്ള ശിക്ഷാ മുറ തന്നെ നൽകാനാണ് നമ്മുടെ കേരള പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കഠിനമായിട്ടുള്ള പരിശീലനം എന്ന് പറയുമ്പോൾ, പണിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ, അത് പലപ്പോഴും പോലീസുകാരെന്തെങ്കിലും ശിക്ഷ ചെയ്താൽ അവരെ ക്യാമ്പിലേക്ക് മാറ്റുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? എന്തിനാണ് ഈ പോലീസുകാരെ ക്യാമ്പിലേക്ക് മാറ്റുന്നത്? ക്യാമ്പിലുള്ള ജോലി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പണിഷ്മെൻറ്റിന് തുല്യമായ ജോലിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഈ പോലീസുകാരെ മാറ്റിയിരിക്കുന്നത് കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAP 4ാം ബറ്റാലിയൻ ക്യാമ്പിലാണ്. ഇതൊരു ഭീകരമായിട്ടുള്ള പോലീസ് ക്യാമ്പാണ്. ഒരുപക്ഷെ നമുക്കൊരു എന്താ പറയുക, ഈ ഒരു തീഹാർ ജയിൽ പോലെ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കാവുന്ന ഒരു ഭീകരമായിട്ടുള്ള ക്യാമ്പാണ്. ഇവിടെ ഇവരുടെ പരിശീലനം എന്ന് പറയുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് ഇവർക്ക് ഇവിടെ പരിശീലനം എന്ന് പറഞ്ഞാൽ. ഈ ക്യാമ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ പോലീസുകാർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇവർ അവധിയെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് 24 മണിക്കൂർ ഡ്യൂട്ടിയാണ് ഒരു പോലീസുകാരൻ. ആ പോലീസുകാരൻ അവധിയെടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ക്യാമ്പിൽ തന്നെയാണ് ഇവരുടെ ജീവിതം ഇനി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വീട്ടിൽ പോകാൻ ഇവർക്ക് അനുമതിയില്ല. അവധിയെടുക്കാനും പാടില്ല, വീട്ടിൽ പോകാനും ഇവർക്ക് അനുമതിയില്ല. 18-ാം പടിയിൽ തിരിഞ്ഞു നിന്ന് ചിത്രമെടുത്തത് കൊണ്ടാണ് ഇവർക്ക് ഈ ശിക്ഷാ നടപടി കൊടുത്തിരിക്കുന്നത്. തീർന്നില്ല. പുലർച്ചെ 5 മണി മുതൽ ഇവർക്ക് ക്ലാസ്സുകൾ ആരംഭിക്കും. 5 മണിക്ക് ക്ലാസ്സുകൾ ആരംഭിക്കുമെങ്കിൽ ഇവർക്കൊരു 4 മണിക്ക് തന്നെ പുലർച്ചെ ഉണർന്നെഴുന്നേൽക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. 5 മണി മുതൽ ക്ലാസ്സുകൾ മാത്രമല്ല ആരംഭിക്കുന്നത്, കഠിനമായ പരിശീലന മുറകളും ഇവർ അവിടെ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പരിശീലന കാലയളവിൽ യാതൊരുവിധ ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇവരിത് പൂർത്തിയാക്കി തന്നെ ആകണം എന്നുള്ളതാണ് ഇപ്പോൾ കേരള പോലീസിൻ്റെ ഉത്തരവെന്ന് പറയുന്നത്. ഈ പുതിയതായി കേരള പോലീസിൽ ചേരുമ്പോൾ നമ്മൾ പല പരിശീലനങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്, ഇല്ലേ? കേരള പോലീസിൽ പല ആൾക്കാരും ഈ പരിശീലനം ഭയന്നാണ് SI ടെസ്റ്റിലും കോൺസ്റ്റബിളിലുമൊക്കെ റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിട്ട് പോലും കേരള പോലീസിൽ പോയി ജോയിൻ ചെയ്യാത്തത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്നത് ഏത് വിഭാഗത്തിലാണ്? പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. സമ്മർദ്ദമാണ്, മാനസികമായിട്ടുള്ള സമ്മർദ്ദമാണ്. കാരണം അവർക്ക് ഓണമില്ല, വിഷുവില്ല, ഈസ്റ്റർ ഇല്ല, ക്രിസ്മസ് ഇല്ല, ദുഃഖവെള്ളിയില്ല, റംസാൻ ഇല്ല, ഒന്നുമില്ല. അവർ എന്തൊരു സാഹചര്യം ഉണ്ടായിരുന്നാലും ഉടനെ എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്കിപ്പോൾ ഒരു കല്യാണം, മകളുടെ കല്യാണം എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ അവധിയെടുത്ത് അവിടെ ചെന്ന് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ നഗരത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നത്. ഉടനെ തിരിച്ചു വരാൻ പറയും. വേറെ മാർഗമില്ല കേരള പോലീസിന്. അതുകൊണ്ട് തന്നെ ആ സമ്മർദ്ദം മൂലം പല ആൾക്കാരും കേരള പോലീസ് ജോലി രാജിവെക്കുന്നുമുണ്ട്, ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ജോലി രാജിവെക്കുന്ന, സർക്കാർ ജോലി രാജിവെക്കുന്ന ജീവനക്കാരിൽ ഏറ്റവും കൂടുതൽ കേരള പോലീസിൻ്റെ ആൾക്കാരാണ് ജോലി രാജിവെച്ച് പോകുന്നത്. പിന്നെ അതുപോലെ ഈ വേറെ ഇതുണ്ട്. ഈ IPS IAS ഓഫീസർമാരുടെ വീടുകളിൽ പോയി ഈ മറ്റു പണികളൊക്കെ ചെയ്യണം. അതൊരു സുഖപ്പണിയാണ് കേട്ടോ. അത് കേരള പോലീസിൽ നട്ടലില്ലാത്തവർക്ക് ഒരു സുഖപ്പണിയാണ്. ഞാനത് പറയാൻ, അവർക്ക് തന്നെ വലിയ വിദ്യാഭ്യാസമുള്ളവരാണ്. അതെ, കേരള പോലീസിൽ ഇപ്പോൾ പോലീസിൽ തന്നെ ഒരു 3-4 വിഭാഗങ്ങളായിട്ട് ഇവരെ നമുക്ക് തിരിക്കാം. ആത്മാഭിമാനമുള്ള പോലീസ് കഴിവുണ്ടായിരിക്കില്ല.
കഴിവുള്ള പോലീസിന് ആത്മാഭിമാനം ഉണ്ടായിരിക്കില്ല, ആത്മാഭിമാനവും കഴിവുമുള്ള പോലീസിന് ധൈര്യം ഉണ്ടായിരിക്കില്ല. ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ കേരള പോലീസിന് നമുക്കറിയാം, ഈ ഇടയ്ക്ക് അത് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, ഞാൻ സാറ്റലൈറ്റ് ചാനലിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഇവിടെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹം മുതിർന്നൊരു ഓഫീസറാണ്, സാർ പറഞ്ഞ പോലെ ഒരു IPS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ഗൺമാനായിട്ട് ഒരു കോൺസ്റ്റബിളെ വിട്ടു. കോൺസ്റ്റബിളെ ഗൺമാനായിട്ട് വിട്ടപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇദ്ദേഹം പട്ടിയെ കുളിപ്പിക്കണം, ഇദ്ദേഹം ആ പച്ചക്കറി വാങ്ങണം, മീൻ വാങ്ങിക്കാനായിട്ട് കൊടുത്തു വിടണം. അങ്ങനെ എന്തോ ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കോൺസ്റ്റബിളെ തല്ലുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് വലിയ വാർത്തയായിരുന്നു. അങ്ങനെ ആ തല്ലുകൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങി വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ നടത്തുന്ന കാഴ്ച നമുക്ക് കണ്ടതാണ്. പക്ഷേ ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ഡമ്പും മേനിയും നടിച്ചു കിടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അതായത് ഞാൻ ഇന്ന സാറിൻ്റെ കൂടെയാണ്. ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ, ഇവിടെ ഒരു ജില്ലയിലെ കമ്മീഷണറുടെയോ അല്ലെങ്കിൽ IG-യുടെയോ ഒക്കെ ഡ്രൈവറായിട്ട് കേരള പോലീസ് പോകും, അവരുടെ വീട്ടിൽ പാറാവുകാരായിട്ട് പോകും. അപ്പോൾ അഭിമാനിക്കുന്ന പോലീസുകാരുമുണ്ട്. കാരണം ഞാൻ IG-യുടെ കൂടെയാണ്. ഞാൻ സാധാരണ ഒരു കോൺസ്റ്റബിൾമാർക്ക് IG ഒന്നും കണ്ണിന് കണി കാണാൻ പോലും കിട്ടാത്തൊരു സാഹചര്യമാണ് അല്ലേ. ഒരു മീറ്റിംഗ് വന്നാൽ പോലും അവർക്ക് കാണാനായിട്ട് സാധിക്കില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ പല സ്വാധീനങ്ങളും ഇവർ ഈ കേരള പോലീസിൽ ഈ വലിയ വലിയ ഉന്നത ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് നടത്തുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനൊരു IG-യുടെ വീട്ടിലെ പാറാവുകാരനാണെങ്കിൽ കേരള പോലീസിലെ തന്നെ പല ആൾക്കാരും എന്നെ കാണുമ്പോൾ ബഹുമാനിക്കും. കാരണം അവൻ IG-യുടെ കൂടെയാണ്, അവനെ കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് നടത്തിക്കാൻ പറ്റും, IG-യുമായിട്ട് അവൻ നല്ല ടൈപ്പിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്ന ആൾക്കാരും ഉണ്ട്. എന്നാൽ ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും പീഡനത്തിന് ഇരയാവുകയാണ്, മാനസികമായിട്ടുള്ള പീഡനത്തിന് ഇരയാവുകയാണ്, ശാരീരികമായിട്ടുള്ള ഈ കുത്തുവാക്കുകൾക്കും പീഡനങ്ങൾക്കും ഇരയാകുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കേരള പോലീസിൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇവിടെ തൈക്കാട് കേരള പോലീസിൻ്റെ ട്രെയിനിങ് കോളേജുണ്ട്. എൻ്റെ പല സുഹൃത്തുക്കളും കേരള പോലീസിൽ കോൺസ്റ്റബിൾ ടെസ്റ്റൊക്കെ കിട്ടിയ കുട്ടികളുണ്ട്. അവരൊന്നും തന്നെ ഇതിൽ പോകാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ തലയ്ക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതികഠിനമാണ്. ഒരു ലോലനായിട്ടുള്ളൊരു മനുഷ്യൻ, ഇപ്പോൾ സാറ് എത്രത്തോളം സാത്വികനാണ്, സാറ് കേരള പോലീസിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സാറ് അതികഠിനമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മനസ്സ് കല്ലാക്കിയാണ് അവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് എന്നാണ് ഇവർ പല ആൾക്കാരും പറയുന്നത്. അപ്പോൾ ആ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങി പോലീസ് ഉദ്യോഗസ്ഥരാകുന്ന ആൾക്കാരെടുക്കുന്ന അതേ ട്രെയിനിങ്ങിലൂടെയാണ് ഇപ്പോൾ ഈ ശബരിമലയിൽ 18-ാം പടിയിൽ നിന്ന് ഫോട്ടോ എടുത്ത ഇവരും പോകാനായിട്ട് പോകുന്നത്. അതിന് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഈ KPA 4-ാം ബറ്റാലിയൻ മങ്ങാട്ടുപറമ്പിലേക്കാണ് അവർ പോയിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പ്രവൃത്തി ദിവസങ്ങളിലാണ് പരിശീലനം ഇവർക്ക് കൊടുക്കുക എന്നാണ് അറിയുന്നത്. രാവിലെ 5:30 ഇവരെ വിളിച്ചുണർത്തും. എന്നിട്ട് 6:30 മുതൽ 8:30 വരെ ഇവർക്ക് അതിതീവ്രമായിട്ടുള്ള കായിക പരിശീലനമാണ് കൊടുക്കുന്നത്. അതിതീവ്രമെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ള കായിക പരിശീലനമാണ്. ഒരുപക്ഷെ പട്ടാളച്ചിട്ട എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പോലീസിനെക്കാട്ടിലും ഭീകരമാണ് പട്ടാളം. അപ്പോൾ അതിഭീകരമായിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശീലനം. 8:45 മുതൽ തോക്കേന്തിയുള്ള പരേഡാണ്. ആ തോക്കേന്തിയുള്ള പരേഡ് അത് ഒരു തരത്തിലൊരു കായിക പരിശീലനം തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 10 മുതൽ 12:30 വരെ ഇവർക്ക് ക്ലാസ്സാണ്. അതായത് തിക്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു സമീപനമാണ്, ഒരു ശിക്ഷാമുറയാണ്. ഇതാണ് പരിശീലനത്തിൽ നടക്കുന്നത്. ഇത് ശിക്ഷയെന്ന് പറയാൻ പറ്റില്ല, ഇത് പരിശീലനമാണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. 8-12 വരെ ക്ലാസ്, 10 മണി നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ, ക്രമസമാധാനം പാലിക്കൽ, എങ്ങനെ സമൂഹത്തോട് ഇടപെടാം, എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറാം, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ എന്നാണ്. ക്രമസമാധാനം പാലിക്കാനായിട്ട് നിങ്ങൾ എടുക്കേണ്ട മുൻകരുതലുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഇവർക്ക് ആ പരിശീലനത്തിലൂടെ നൽകാനായിട്ട് പോകുന്നത്. ഈ പരിശീലന കാലയളവിൽ ഇവർക്ക് വീട്ടിൽ പോകാനോ അല്ലെങ്കിൽ ഇവർക്ക് അവധിയെടുക്കാനോ യാതൊരുവിധ പ്രൊവിഷനും ഇല്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഉച്ചഭക്ഷണം, അത് ഈ 12:30 ക്ലാസ് കഴിഞ്ഞ ശേഷം ഇവർക്ക് ഉച്ചഭക്ഷണമുണ്ട്. ഉച്ചഭക്ഷണത്തിന് ശേഷം ഇവർക്ക് റെസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. അതിനുശേഷം ഉടനെ തന്നെ കായിക പരിശീലനം തുടങ്ങുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കഠിനമാണ് കേരള പോലീസിൻ്റെ കായിക പരിശീലന മുറ എന്ന് പറയുന്നത്. 3:30 മുതൽ കായിക പരിശീലനം തുടങ്ങിക്കഴിഞ്ഞ ശേഷം വൈകിട്ട് 5 മണി വരെ കായിക പരിശീലനമുണ്ട്. ഈ 5 മണിക്ക് കായിക പരിശീലനം കഴിഞ്ഞു കഴിഞ്ഞാൽ 5 മണി മുതൽ വീണ്ടും തോക്കേന്തിയുള്ള പരേഡാണ്. അങ്ങനെ വീണ്ടും തോക്കേന്തിയുള്ള പരേഡ് കഴിഞ്ഞ ശേഷം മാത്രമേ ഇവരെ ഒന്ന് വിശ്രമിക്കാനോ, ഒന്ന് ശൗചാലയത്തിൽ പോകാനോ, ഒന്ന് ഭക്ഷണം കഴിക്കാനോ പിന്നീട് അനുവദിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ പരിശീലനത്തിൻ്റെ ഒരു കാഠിന്യം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ കേരള പോലീസുകാർ അവിടെ ഈ പരിശീലനം നടത്തുമ്പോൾ വിചാരിക്കുന്നത് കരിമല കയറ്റം കഠിനം പോലെ അയ്യപ്പ എന്നല്ല, അതിനെക്കാട്ടിലും കഠിനമാണ് എൻ്റെ അയ്യപ്പ ഈ പരിശീലനം എന്നുള്ളതായിരിക്കും അവരവിടെ വിചാരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.